താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആരാഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് മെയിൽ അയച്ചു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കുവാനും പോലീസ് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും പോലീസ് കാവലിൽ പരീക്ഷ എഴുതി. ഇന്നലെ റിമാൻഡിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ 6 വിദ്യാർത്ഥികളാണ് ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയത്. അതേസമയം ഷഹബാസിന്റെ കൊലപാതകം സംബന്ധിച്ച ആസൂത്രണത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൂടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ പോലീസ് പിടിയിലാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 6ആയി. ഷഹബാസിനെ മർദ്ദിച്ച സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണിതെന്ന് പോലീസ് പറയുന്നത്. അതേസമയം സംഭവത്തിൽ പിടിയിലായ വിദ്യാർത്ഥി നഞ്ചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. കരാട്ടെ പരിശീലനം തേടുന്ന സഹോദരൻ്റേതാണ് നഞ്ചക്കെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നഞ്ചക്ക് ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുമുണ്ട്. ഇവരുടെ പിതാവിന് സംഘർഷമായോ ഗൂഢാലോചനയുമായി ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ 27-നുണ്ടായ സംഘർഷത്തിൽ ആദ്യം 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം മർദ്ദിച്ച കുട്ടികളിൽ ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ആക്രമണത്തിൽ ചില രക്ഷിതാക്കൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.